ഹായ് ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കുട്ടികൾക്ക് ടീത്തിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ടീത്തിങ് എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു പെയിനും ഡിസ്കംഫർട്ടും ഒക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ കണ്ടന്റ്. ഹോപ്പ് ഇറ്റ് മൈറ്റ് ബി ഹെൽപ്പിംഗ് യു ടു ഗെറ്റ് സം ഐഡിയാസ് അബൌട്ട് ഹൗ ടു മാനേജ് യുവർ ബേബീസ് വൈൽ ഓൺ ദ ടീത്തിങ് പ്രോസസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ടീത്തിങ് എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 4 to 7 months ഒക്കെ ആകുമ്പോഴത്തേക്കും പതിയെ കുട്ടികൾക്ക് പല്ലൊക്കെ വന്നു തുടങ്ങും. ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അപ്പം ഓരോ കുട്ടികളും ഈ ടീത്തിങ് പ്രോസസ്സിനെ അപ്രോച്ച് ചെയ്യുന്നതും ഡിഫറെൻറ്റ് വേസിലായിരിക്കും. അപ്പം ചിലർ ഭയങ്കര അധികം ഡിസ്ട്രസ് കാണിക്കും, ചിലർ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് പോകും. അപ്പം ഈ ബുദ്ധിമുട്ട് കൂടുതലുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ വിധത്തിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പല്ല് വരുന്നത് ഒരു നോർമൽ പ്രോസസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിപ്പം ചെറുപ്പത്തിൽ പല്ല് വന്നതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഓർമ്മയില്ല എനിക്ക് പല്ല് വന്നപ്പോഴത്തോളം പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ നമ്മൾ അഡൾട്ട് ആയതിനു ശേഷം നമുക്കൊരു ഡെന്റൽ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പല്ലുവേദന വരുമ്പോൾ നമുക്കറിയാം എത്രത്തോളം അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികൾക്ക് വായിൽ മുഴുവൻ പല്ല് മുളച്ച് വരുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കൂ. അവർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടാവും, എത്രത്തോളം പെയിൻ ഉള്ളത് കൊണ്ടായിരിക്കും അവർ വഴക്കുണ്ടാക്കുന്നത്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, അമ്മമാരെന്ന് പറയുന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം അവരെ കംഫർട്ടബിൾ ആക്കി വെക്കുക, അവരെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പെയിൻ എന്നുള്ള സെൻസേഷനിൽ നമുക്ക് ഡൈവേർഷണൽ തെറാപ്പി ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. അപ്പം അവർക്ക് ഇഷ്ടമുള്ള കളികൾ അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അവർ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക. അങ്ങനെ ഈ ഒരു ടീത്തിങ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബേബി ഡിസ്ട്രസ്സിലായിരിക്കുമ്പോൾ അവരെ അങ്ങനെ കൂടുതൽ ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. രണ്ടാമത്തേത്, നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫിംഗർ ഫുഡ് അല്ലെങ്കിൽ അവർക്ക് ചെറിയ രീതിയിൽ കടിച്ച് ചവച്ച് കഴിക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് അവർക്ക് കൊടുക്കുക. അവരുടെ ഒരു ഏജും അവർ എത്രത്തോളം ഫുഡ് ചൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നതിനൊക്കെ അനുസരിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്തിങ് ടോയ്സ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ട് 2 ടൈപ്പാണ്. ഒന്നാമത്തേത് നമ്മുടെ സിലിക്കോൺ അല്ലെങ്കിൽ റബ്ബർ മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടീത്തിങ് ടോയ്സ്. അപ്പം ഇത് കുട്ടികൾ എന്താ പറയുക, കടിക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു സോറ് റിലീവ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പം അത് റാറ്റിൽസ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇനി മറ്റൊരെണ്ണം എന്ന് പറയുന്നത് വാട്ടർ ഫീൽഡ് അല്ലെങ്കിൽ ജെൽ ഫീൽഡ് ആയിട്ടുള്ള ടീത്തിങ് ടോയ്സ് ആണ്. അപ്പം ഡിഫറെൻറ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഷേപ്സിൽ അത് അവൈലബിൾ ആണ്. അപ്പം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കരുത്. ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ച് ഫ്രീസ് ആക്കി നമ്മൾ ബേബിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബേബിയുടെ ഗംസിനെ ഡാമേജ് ആക്കാനും ഡെന്റൽ ഹെൽത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കും. അതേസമയം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് ഈ വാട്ടർ ഫീൽഡ് അല്ലെങ്കിൽ ജെൽ ഫീൽഡ് ആയിട്ടുള്ള ടീത്തിങ് ടോയ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു സൂത്തിങ് എഫക്റ്റ് നന്നായി കൊടുക്കും. അതേപോലെ തന്നെ പെയിൻ റിലീവ് ചെയ്യാനും ആ ഒരു സോറ് റിലീവ് ചെയ്യാനും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടീത്തിങ് ടോയ് ആണ്. അപ്പം ഇത് നോക്കി നമുക്കറിയാം ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് ഇവിടുത്തെ കുട്ടികളുടെ ടോയ്സ് ഉണ്ടാക്കുന്ന ഗൈഡ് ലൈൻസ്, ടീത്തിങ് ടോയ്സിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ അനുസരിച്ചിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ടോയ് ആണ് ഇത്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ മാനുഫാക്ചേഴ്സ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അഷർ ചെയ്യാന്നുള്ളതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഭയങ്കര ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് അവരുടെ ഹെൽത്തിനെ അത് ഹാം ചെയ്യായിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്ത് സാധനം ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി കൃത്യമായി ഒരു നോളജ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഈ ടീത്തിങ് ടോയ്സ് അവർ ഒരു പരിധിവരെ പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസ്കംഫർട്ട് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പോൾ പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ബേബി വല്ലാത്ത ഡിസ്ട്രസ്സിലാണെങ്കിൽ വേദന സഹിച്ചിരിക്കാൻ ഇവിടെ വരാറില്ല. അപ്പം പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് നമുക്ക് പാരസെറ്റമോൾ അല്ലെങ്കിൽ ഇബുപ്രോഫനൊക്കെ ചൈൽഡ് ഡോസ് എത്രയാണോ അതനുസരിച്ചിട്ട് നമുക്ക് ഓവർ ദ കൗണ്ടർ ആയിട്ട് മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് കൊടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുട്ടി ഒട്ടും ടോളറേറ്റ് ചെയ്യാത്ത ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പം മേ ബി ഒരു ദിവസം 2 ദിവസമൊക്കെ ആയിരിക്കും അവർ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്യുക, ബാക്കി അവർ ഏറെക്കുറെ അവരുടെ ബോഡി അഡാപ്റ്റഡ് ആയിരിക്കും. അവർ ഭയങ്കര ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെയുള്ള പെയിൻ റിലീഫ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഹോമിയോപ്പതിക് ആയിട്ടുള്ള റെമഡീസും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബൂട്ട്സിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ഒരു സെക്ഷൻ തന്നെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാനുവൽ ഫോംസിൽ സാഷസ് ആയിട്ടൊക്കെ പെയിൻ റിലീഫ് കാണാൻ സാധിക്കും. അപ്പം അത് വാങ്ങിയിട്ട് അതിന് മാനുഫാക്ചർ ഗൈഡ് ലൈൻസ് എന്താണോ അത് നോക്കിയിട്ട് നമുക്ക് ബേബിക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. അപ്പം എന്ത് പ്രൊഡക്ട്സ് വാങ്ങുമ്പോഴും അത് എത്രത്തോളം സേഫ് ആണെന്ന് നമ്മൾ അതിനെപ്പറ്റി ആദ്യമേ ഒരു നോളജ് ഉണ്ടാക്കിയതിന് ശേഷമേ കുട്ടികൾ പരീക്ഷിക്കാവുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പം എന്ത് സാധനം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവർക്ക് അലർജി ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അത് ഈവൻ ഒരു ഫുഡ് ഐറ്റം ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ അലർജി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കോൺഷ്യസ് ആയിരിക്കണം. അപ്പം ഇത് ഞാൻ ബൂട്ട്സിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം ഇത് ബേസിക്കലി ഹോമിയോപ്പത്തിക് മെഡിസിൻ ആണ്. അപ്പം ഇത് ഗ്രാനുൾസ് ആണ് ഇതിനുള്ളിലുള്ളത്. അപ്പം ഇങ്ങനെ 4 സാഷസ് ആയിട്ട് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇത് 6 months പ്ലസ് ആയിട്ടുള്ള ബേബീസിന് നമുക്ക് എവറി 2 hourly അഡ്മിനിസ്റ്റർ ചെയ്യാന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് ഞാനിങ്ങനെ റെഗുലർ ആയിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ ഭയങ്കരമായിട്ട് പല്ലുവേദനയാണ് എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിലൊക്കെ ഞാൻ ഇത് ഒരു സാക്ഷിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അങ്ങനെ ജെൽ ഫോംസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപേക്ഷിച്ച് എനിക്ക് ഇതാണ് ഒന്നും കൂടെ എനിക്ക് കംഫർട്ടബിൾ എൻ്റെ കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇതുവരെ നോൺ സൈഡ് എഫക്ട്സ് ഒന്നും എൻ്റെ നോളജിൽ ഇല്ല.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പീഡിയാട്രീഷ്യനോട് ചോദിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ എന്താ പറയുക, കുട്ടിയെ വയ്യാതെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് മരുന്ന് കൊടുക്കുന്നു. അപ്പം ഏത് മരുന്നാന്ന് പോലും ആരും ചോദിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു മിഡിൽ ക്ലാസ് വരെയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിട്ട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാർ കൊണ്ട് കൊടുക്കുന്ന മരുന്ന് എന്താണെന്ന് സാധാരണഗതിയിൽ അവർ ചോദിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ കുട്ടിക്ക് എന്ത് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് കിട്ടുമ്പോഴും അതെന്താണ്, അല്ലെങ്കിൽ അതിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം ഇഷ്ടംപോലെ ന്യൂ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിപ്പം നമ്മുടെ കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സേഫായിട്ട് നമുക്ക് ഉറപ്പുള്ള കമ്പനീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നിങ്ങളുടെ ബേബിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരുടെ ഒരു റിസർച്ച് പ്രൊഡക്റ്റായി റിസർച്ച് മെറ്റീരിയലായി നിങ്ങൾ മാറരുത് എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അതുപോലെ തന്നെ ടീത്തിങ്ങിന്റെ സമയത്ത് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹൈജീൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പല്ല് വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ഡെന്റിസ്റ്റിനെ നമ്മുടെ ബേബിയുടെ പേര് രജിസ്റ്റർ ചെയ്യാന്നുള്ള കാര്യവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കുക. അപ്പം ഹൈജീൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഫ്രം ബർത്ത് ബേബിയുടെ വാ ക്ലീൻ ചെയ്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ബേബിയുടെ വാ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഈ പാലൊക്കെ കുടിച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നാവിലിങ്ങനെ വെളുത്ത് അതിങ്ങനെ ഫ്ലേക്സ് ആയിട്ട് ഇരുന്നാലും ആരും ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതൊക്കെ നമുക്ക് പതിയെ എന്താ പറയുക, സ്റ്റെറൈൽ ആയിട്ടുള്ള ഗോസ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇൻഫെക്ഷനും കാര്യങ്ങളും വരാതെ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അൺഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവരുടെ മൗത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പം നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ആയിട്ടൊക്കെ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു സ്റ്റിക്കിന്റെ ടിപ്പിൽ ഗോസ് റാപ്പ് ചെയ്തിട്ടൊക്കെ മൗത്ത് കെയറിന് വേണ്ടിയിട്ട് ബേബി ബ്രഷസ് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ഇപ്പം എന്താ പറയുക, അപ്പോൾ മന്ത് പാക്കായിട്ടൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ഇഫ് യു ആർ കേപ്പബിൾ. അതുവഴി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ ഗോസ് അതൊക്കെ റോൾ ചെയ്തിട്ട് നമുക്ക് അവരുടെ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ഫിംഗറിലിട്ടിട്ട് അവരുടെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ കുഞ്ഞി അരിപ്പല്ലൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ ആ ഒരു ഗം ഇറിറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ സിലിക്കോണിൻ്റെ ഒക്കെ ബ്രഷസ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വൈപ്സ്, ടീത്തിങ് വൈപ്സ്, അതായത് ടീത്ത് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ വൈപ്സ്, അല്ലെങ്കിൽ ഗമ്മൊക്കെ ആകുമ്പോൾ പല്ല് വരുന്നതിന് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൈപ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പതിയെ ബ്രഷ് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതുവരെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പതിയെ പതിയെ അവരെ അത് നമ്മൾ ചെറുപ്പം തൊട്ടേ ശീലിപ്പിച്ചെടുത്തെങ്കിൽ അവർക്ക് ആ ഒരു പല്ല് തേക്കാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടാകത്തുള്ളൂ. പിന്നെ എന്ത് കാര്യം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും നീ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്ന് വായും കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ ഏറ്റവും കൂടുതൽ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കുന്നോ അതായിരിക്കും അവർക്ക് ലേൺ ചെയ്യാൻ കൂടുതൽ എളുപ്പം. ഇപ്പം നമ്മൾ ഒരു കാര്യം കാണുന്നതും ഒരു കാര്യം കേൾക്കുന്നതും ലേൺ ചെയ്യുന്നതും കാണുന്ന കാര്യങ്ങളാണ് കൂടുതൽ ആളുകളും പെട്ടെന്ന് ലേൺ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു CCTV ക്യാമറ പോലെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതായിരിക്കും അവർ ക്യാച്ച് ചെയ്യുക. അപ്പം അവരെ ട്രെയിൻ ചെയ്യിക്കുമ്പം കൂടുതലും നമ്മൾ അവർക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക. പതിയെ പതിയെ അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് അവരതൊക്കെ ചെയ്തു തുടങ്ങും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ബൈ.